ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. നല്ല ഡൽഹി നല്ല മഴയാണ്. അപ്പോൾ ആ സമയത്ത് ചൂടോടുകൂടി അച്ചപ്പം തിന്നാൻ വേണ്ടി മമ്മി ഉണ്ടാക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. പിന്നെ മമ്മി നാടൻ രീതിയിലാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. മമ്മി പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങുക. 1 കിലോ മൈദമാവ്, 3 ഗ്ലാസ് അരിപ്പൊടി, പഞ്ചസാര പൊടിച്ചത്, ജീരകം, എള്ള്, മുട്ട 2 1/2 ലിറ്റർ പാല്. മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നല്ലതായിട്ട് അടിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരപ്പൊടിയും വരണം. പഞ്ചസാര ആവശ്യത്തിന് കുറച്ച്. ഇനി അതിനകത്ത് ജീരകം കഴുകി വെച്ചേക്കുന്നതാണ്. അതുപോലെ എല്ലാം കഴുകി വെച്ചേക്കുന്ന എള്ളിടണം. എന്നിട്ട് ആദ്യം മൈദ വിട്ട് കലക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അരിപ്പൊടി ഇടാൻ. പശുവും പാലോ തേങ്ങാപ്പാലോ 2 ലേതായാലും മതി. കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. കൈയിട്ടിളക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൈയിട്ടിളക്കാതെ കൊണ്ട് ഇനി അരിപ്പൊടി ഇടണം. മൈദമാവ് 2 കൂടെ ഇട്ടാലെ കൊണ്ട് കട്ടിയാവും. കുറച്ച് അരിപ്പൊടി ഇട്ട് ഇളക്കണം. ഇതെല്ലാം പാകമായി. ഇതിൻ്റെ കറക്റ്റ് കലക്കലും എല്ലാം കലങ്ങിയതും എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അച്ചിട്ട് ഉണ്ടാക്കുന്ന കാണിക്കാം. ഇത് ഞാൻ വേറെ ഒരു ചെറിയ പാത്രത്തിലെടുത്ത നമ്മൾ ചൂടോടെ അച്ച് മുക്കുന്നുണ്ട്. ഇതിനകത്താകുമ്പം അതിന് മാവിന് ചൂടായി പോകും. ഇത് കുറേശ്ശെ ഒഴിച്ച് നമ്മളുണ്ടാക്കുന്നത്. അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടിപ്പ് ഇത് എണ്ണയ്ക്കകത്ത് അച്ചിട്ട് മുങ്ങിക്കിടക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മാവിനകത്തോട്ട് കവർ ചെയ്യരുത്. കവർ ചെയ്ത് പോയാൽ ഇളകി വരാൻ പാടാം. ഓ അതിൻ്റെ കറക്റ്റ് കളറിൽ അച്ചപ്പത്തിൻ്റെ ഇതിങ്ങനെ ഒന്ന് കുടയുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് പോകുന്നതെങ്കിൽ ഇതിനകത്ത് ഇതങ്ങ് വീഴും. ഒന്ന് കുത്തി കൊടുത്തെങ്കിൽ ഇത് അച്ചയൊന്ന് വീഴുന്നുണ്ട്. ഒന്ന് ചെയ്ത് അച്ചാൽ മതി. ഒന്ന് നല്ലതായിട്ടാണ് വീഴത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മമ്മി ഉണ്ടാക്കുന്ന അച്ചപ്പം കണ്ടല്ലോ.
പിന്നെ ഞങ്ങൾ നല്ല മഴയത്ത് അച്ചപ്പം നല്ലതായിട്ട് കറുമുറ അച്ചപ്പം തിന്നു. അതിൻ്റെ ലാസ്റ്റിന് മമ്മി ഒരു അപ്പം പോലെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതും ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.